ഇനി നമ്മൾ എട്ടാമത്തെ നാട്ടടവിലേക്കാണ് പോകുന്നത്. അതായത് നാട്ടടവിലെ അവസാനത്തെ നാട്ടടവ്. ഈ നാട്ടടവിന് ഉള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭരതനാട്യത്തിന്റെ എല്ലാ നിലകളും, അതായത് നമ്മൾ പറയുന്നത് സമം, മണ്ഡലം, അരമണ്ഡലം, മുഴുമണ്ഡലം എന്നിങ്ങനെ 4 നിലകളും വരുന്ന ഒരേ ഒരു അടവാണ് എട്ടാമത്തെ നാട്ടടവ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ കാലിന്റെ വശങ്ങൾ തന്നെയാണ്. അത് സമം നിൽക്കുമ്പോൾ കാലെങ്ങനെ വരണമെന്നും അതേപോലെ ഏകപാദത്തിൽ നിൽക്കുമ്പോൾ കാലിന്റെ വിരൽ എങ്ങനെയായിരിക്കണം എന്നും ഉള്ളതെല്ലാം ഇതില് ഒരു പ്രത്യേകത തന്നെയാണ്. അതെങ്ങനെയാണ് അതിന്റെ കാലിന്റെ വശങ്ങൾ എങ്ങനെ പോകുന്നു, കൈയിന്റെ വശങ്ങൾ എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. ഇതിലെ കൈയിന്റെ വശങ്ങൾ ആദ്യം തന്നെ തരാം. അതായത് അരമണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കൈകൾ ഈ പൊസിഷനിലാണ്. ഇവിടെ നിന്ന് നേരത്തെ നമ്മൾ കളിച്ചപ്പോൾ സൈഡിലേക്കാണ് ഇങ്ങനെ വിരിഞ്ഞു വന്നത്. ഇത് നേരെ ഫ്രണ്ടിലേക്ക്, അതായത് ഇങ്ങനെ നമ്മൾ ചരിയും, കൈ വലത്തെ കൈ താഴേക്കും ഇടത്തെ കൈ മുകളിലേക്കും വരുന്ന രീതിയിൽ. അതായത് നേരത്തെ സൈഡിലേക്ക് എടുത്തു, അത് നേരെ ഫ്രണ്ടിലേക്ക് 1 ഇങ്ങനെ വരും, 2, പിന്നെ അത് കഴിയുമ്പോൾ 3. മുകളിലെ വിരല് ഇങ്ങനെ ഒരു വിരലിൽ ഇതില് പിടിച്ചിട്ട് വേണം കറക്റ്റ് ഇങ്ങനെ നിൽക്കാൻ. ഇങ്ങനെ വരുമ്പോ ബാക്കിൽ വരുമ്പോ, പിന്നെ സമപാദത്തിൽ വരുമ്പോ കൈകള് ചാടി നിൽക്കുമ്പോൾ കൈകൾ ഇങ്ങനെ സമപാദത്തില്, കാല് പൊക്കി ഏകപാദത്തിൽ നിൽക്കുമ്പോൾ കൈ ഇവിടെ ക്രോസ് ചെയ്ത അളപത്മം, പിന്നെ മുഴുമണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കൈ നേരെ നാട്യാരംഭത്തിൽ പതാക പിടിച്ച് നാട്യാരംഭത്തിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ കാല് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എട്ടാമത്തെ നാട്ടടവ്, അവസാനത്തെ നാട്ടടവിന്റെ കാല് നോക്കാം. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ അരമണ്ഡലം ഇരുന്നിട്ട് ആദ്യം കാല് മുന്നിലേക്കാണ് നീട്ടുന്നത്. അതായത് 1, എന്റെ കാല് നേരെ നീട്ടിയിട്ട് ഇരിക്കണം. അപ്പൊ ഇവിടെ നിന്നിട്ട് 1, പിന്നെ 2, കൈ മുകളിൽ പോകുമ്പോൾ 3, കാല് പുറകിൽ വെക്കുക, 4. ഇതുവരെ പഴയതിൽ ചെയ്ത പോലെ തന്നെയാണ്. ഇനി 5 ചെയ്യുമ്പോൾ ചാടി സമത്തിൽ നിൽക്കണം. സമപാദം എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും കാല് അകന്ന് നിൽക്കരുത്, കാല് അടുപ്പിച്ച് ചേർന്ന് 5. ഇനി 6ന് കളിക്കുമ്പോൾ വലതുവശം ചെയ്യുന്നത് കൊണ്ട് ഇടതുവശം ചവിട്ടിയിട്ട് വലത്തെ കാല് നമ്മൾ പൊക്കണം. അപ്പൊ 6 ഉണ്ട്. അത് കാലിന്റെ ഈ വിരല് ഭാഷണം ഒരിക്കലും ഇങ്ങനെ താഴേക്ക് നിൽക്കരുത്, ഇങ്ങനെ 6 ഉണ്ടോ, ഇങ്ങനെ നിൽക്കണം. അതിനുശേഷം 7, 8 ഉണ്ടോ. മുഴുമണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ മുട്ടുകാൽ രണ്ടും സൈഡിലേക്ക്, ഒരിക്കലും മുന്നിലേക്ക് വരരുത്. എല്ലാവരും മുഴുമണ്ഡലം ഇരിക്കുമ്പോൾ കാല് സൈഡിലേക്ക് തന്നെ ആയിരിക്കണം, ശ്രദ്ധിക്കുന്നത് പ്രത്യേകം. അപ്പൊ ഇത് പറഞ്ഞ പോലെ 1, 2, 3, 4, 5, 6 ഉണ്ടോ കാല്, 7, 8 ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കൈയും കാലും ചേർത്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ഇനി നോക്കാം. എട്ടാമത്തെ നാട്ടടവ് 8, അവസാനത്തെ അടവ്. തക്കത്തി തക്കത്തി കിട്ടും തെയ്യും തെയ്യും താ ഹ തെയ്യും തെയ്യും താ ഹ. അതിന്റെ സ്പീഡ് തെയ്യും തെയ്യും താ ഹ തെയ്യും തെയ്യും താ ഹ. ഫുൾ സ്പീഡ് തെയ്യും തെയ്യും താ ഹ തെയ്യും തെയ്യും താ ഹ.